കുക്ക് വിത്ത് സോഫിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ഇന്ന് ഞാനൊരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, മട്ടൺ ബിരിയാണി. ഇത് മട്ടൺ ബിരിയാണി ഉണ്ടാക്കണമെന്ന് കുറച്ച് നാളായി എന്നോട് പലരും ആവശ്യപ്പെട്ടിരുന്ന കാര്യമാണ്. എനിക്ക് സാവകാശം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും താമസിച്ചത്. പിന്നെ ഇത് ക്രിസ്മസും ആയിക്കോട്ടെ എന്നും ഞാനും വിചാരിച്ചു. ഈ ക്രിസ്മസിന് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങളിത് ഉണ്ടാക്കി നോക്കി കഴിച്ച എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. എന്തൊക്കെ ചേർത്ത് എങ്ങനെയാണ് ഈ മട്ടൺ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. മട്ടൺ കറി വെക്കുന്നതാണ് ആദ്യം കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇത് 1 മണിക്കൂർ വിനാഗിരി ഉപ്പും കൂടെ ഉള്ള വെള്ളത്തിൽ ഇട്ടതിന് ശേഷം 10-12 പ്രാവശ്യം കഴുകി എടുത്തതാണിത്. നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. 5 ഇടത്തരം സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞത്, 10 പച്ചമുളക്. അത് പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവാണ്. മുളക് പൊടി വളരെ കുറച്ച്, അതായത് കളറിന് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് സാമാന്യ എരിവുള്ള പച്ചമുളകാണിത്. ഇഞ്ചി ഒരു വലിയ കഷ്ണം. ഇത് ചതച്ച് വരുമ്പോഴത്തേക്കും 2 ടേബിൾ സ്പൂൺ കാണണം. കുറച്ച് കറിവേപ്പില, 2 കുടം വെളുത്തുള്ളിയല്ലേ, ഇതും ചതച്ച് വരുമ്പോൾ 2 ടേബിൾ സ്പൂണോളം കാണണം. മല്ലിയില, പുതിനയില, അത് ആവശ്യത്തിന്. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന്, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 100 ഗ്രാമോളം വരുന്ന പൈനാപ്പിൾ, നന്നായിട്ട് പഴുത്ത പൈനാപ്പിളാണിത്, ഒരു 25 നട്ട്സ്, കാഷ്യൂ നട്ട്സ്, വെള്ളം, വെളിച്ചെണ്ണ. ഇത് വെളുത്ത കസ്കസ്, ഇത് പോപ്പി സീഡ്, വെളുത്ത പോപ്പി സീഡ് എന്നൊക്കെ ഇവിടെ പറയും. വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നറിയത്തില്ല. ഇത് മട്ടണിന് ചേർക്കുന്നത് ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇത് 1 ടീസ്പൂൺ നമ്മൾ അരച്ച് ചേർക്കണം. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ ഇത് മേടിക്കാൻ കിട്ടും. 3 തക്കാളിപ്പഴം, ഇത് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാനുള്ളതാണ്. ആദ്യം നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ശരിക്ക് ചതച്ച് നന്നായി അങ്ങനെ ഒന്ന് എടുക്കണം. അത് നമുക്ക് ആദ്യം അതൊന്ന് ചെയ്യാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് വെള്ളം ഒന്നും ചേർക്കാതെ ചതച്ച് നോക്കണം. എന്നിട്ട് ചതഞ്ഞില്ലെങ്കിൽ മാത്രമേ അല്പം വെള്ളം ചേർക്കാവുള്ളൂ. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് ചതച്ച് അരഞ്ഞതുപോലെ വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചാണ് അരച്ചെടുത്തത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി മട്ടൺ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മൾ അരച്ചുകൊണ്ട് വന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ ഇടണം. ബാക്കി നമുക്ക് അരപ്പിനകത്ത് ചേർക്കാനുള്ളതാണ്. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി മുഴുവനും, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി. മാരിനേറ്റ് ചെയ്യാൻ വെക്കേണ്ടതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇതിൽ നിന്നെല്ലാം കുറേശ്ശെ എടുത്തിട്ടാൽ മതി. ബാക്കി നമുക്ക് അരപ്പിനകത്ത് തന്നെ ചേർക്കാനുള്ളതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്ക് നന്നായിട്ടൊന്ന്, ഇത് വെള്ളം ചേർക്കണ്ട, നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാം. ഈ മട്ടനെ തന്നെ ഈർപ്പമുണ്ട്. ഇത് അരമണിക്കൂർ മാറ്റി വെക്കാം. നമുക്ക് പൈനാപ്പിളും നട്ട്സും ഈ കശകശയും കൂടെ ഒന്ന് അരച്ചെടുക്കണം. പൈനാപ്പിളൊന്ന് ചെറുതാക്കിയിട്ട് കൊടുക്കാം. അതിലേക്ക് കാഷ്യൂ നട്ട് ചേർക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കശകശ, ഇത് അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. പൈനാപ്പിളും കാഷ്യൂനട്ടും കസ്കസയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ ഈ മട്ടൺ കറി ആക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് സവാള ചേർക്കാം.
നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതിൻ്റെ കളർ അല്പം മാറണം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്താൽ മതി. ഈ സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ ഒന്ന് വേകാനായിട്ട് വെക്കാം. അതിന് ഞാനൊരു കുക്കറിലാണ് വെക്കുന്നത്. ഇത് വേവ് അല്പം കൂടുതലുള്ളതാണ്. സാധാരണ ബീഫിനേക്കാളും വേവ് കൂടുതലുണ്ട്. അതുകൊണ്ട് ഞാനൊരു കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം കുറച്ചിറങ്ങും. എന്നാലും ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ചേർത്താണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും തീ കുറച്ചിട്ട് 4 വിസിലും കേൾക്കണം. പിന്നെ മട്ടൻ്റെ വേവ് എല്ലാത്തിനും ഒരുപോലെയല്ല. പിന്നെ നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ അനുസരിച്ചും വേവിൽ വ്യത്യാസം വരും. സവാള ആവശ്യത്തിന് വഴന്നിട്ടുണ്ട്. അതിൽ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടിയിൽ നിന്ന് അല്പം ഞാൻ മാറ്റി വെക്കുവാണ് അവസാനം ചേർക്കാനായിട്ട്. ഗരം മസാല അതിൽ നിന്നും കുറച്ച് ഞാൻ മിച്ചം വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റാം. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർക്കാം. ഇതെല്ലാം കൂടെ ചെറു തീയിൽ വെച്ച് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാ പേസ്റ്റ് എല്ലാം പൊടികളും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടി. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ചേർക്കാം. തക്കാളിപ്പഴം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. തക്കാളിപ്പഴം നന്നായിട്ട് വെന്തൊന്ന് ഉടഞ്ഞു കിട്ടണം. നമ്മൾ ഒരു 5 മിനിറ്റോളം ഈ തക്കാളിപ്പഴം ഇട്ട് കഴിഞ്ഞ് മൂടി വെച്ചിരുന്ന് ഇടയ്ക്ക് ഞാൻ തുറന്ന് 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നോക്കാം. തക്കാളിപ്പഴം നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും 2-3 പുതിനയിലയും കൂടെ ചേർക്കാം. മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് ഇടുന്നത്. പൈനാപ്പിളും നട്ട്സും കശകശയും കൂടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കൂട്ടി വെക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അരച്ച് ആ കൂട്ട് ഒഴിച്ച് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലാതെ കട്ടിയായതുകൊണ്ട് അടിയിൽ പെട്ടെന്ന് പിടിക്കും. മട്ടൺ വെന്തിട്ടുണ്ട്. അതും കൂടെ ഈ അരപ്പിലേക്ക് ചേർക്കാം. തീ നന്നായിട്ട് കൂട്ടി വെച്ച് കൊടുക്കണം. ഇനി അരപ്പും മട്ടണും എല്ലാം കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച്, ഇതിപ്പം മുഴുവനായിട്ടും തന്നെ വെന്തിട്ടില്ല, ഒരല്പം കൂടെ വേവുണ്ട് ഇതിന്. അപ്പോൾ ഈ കൂട്ടിൽ കിടന്ന് ബാക്കി വേകണം. മട്ടൺ ചേർത്ത് കഴിഞ്ഞ് കറിയുടെ ഉപ്പൊന്നും നോക്കണം. അല്പം ഉപ്പ് കൂടെ ചേർക്കാം. നന്നായിട്ടത് മിക്സ് ചെയ്യാം. മട്ടൺ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് തീ കുറച്ച് സമയം ഒന്ന് മൂടി വെക്കണം. ഈ ചാറ് കുറച്ചുകൂടെ ഒന്ന് വറ്റി കിട്ടണം. ഇനി നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഈ മട്ടൺ കറി ആവശ്യത്തിന് പറ്റിയിട്ടുണ്ട്. ഇനി ഇരിക്കും തോറും ഇച്ചിരൂടെ കുറുകി വരും. നമുക്കതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി, ഗരം മസാല, കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർക്കാം.
നമ്മുടെ മട്ടൺ കറി റെഡിയായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി റൈസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്, ഇത് ഞാൻ 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 240 ml കപ്പിന് 4 കപ്പ് അരി. ഇത് ജീരകശാല അരിയാണ്. അത് ചെറിയ അരിയാണ്. അതുകൊണ്ട് ഇത് കുതിർത്ത് വെച്ചിട്ടില്ല. 3-4 പ്രാവശ്യം കഴുകി വാരി വെച്ചിട്ടേ ഉള്ളൂ. 4 സവാള ചെറുതായി അരിഞ്ഞത്, കനം കുറച്ച് നീളത്തിൽ തന്നെ ചെറുതായി അരിഞ്ഞത്. ഉപ്പ് ആവശ്യത്തിന്. സ്പൈസസ് ആയിട്ട് ഒരു വലിയ പട്ട, എൻ്റെ ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത്. 7 ഏലക്ക, 7 ഗ്രാമ്പു, 1 തക്കോലം. അത് മുറിഞ്ഞത് പോയതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിരിക്കുന്നത്. ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല. ഇത് ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ അത് തൂക്കി കൊടുക്കാനുള്ളതാണ്. ആവശ്യത്തിന് ഉപ്പ്. 100 ഗ്രാം പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞത്. 1 നാരങ്ങയുടെ നീര്. മല്ലിയില പുതിനയില ആവശ്യത്തിന്. ഓരോ പിടി വീതം കാഷ്യൂനട്ടും കിസ്മിസും. അതിന് അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനാണ് അതെടുക്കുന്നത്. നെയ്യും വെജിറ്റബിൾ ഓയിലും. നെയ്യുടെ ഓയിലിൻ്റെ അളവ് ചേർക്കുമ്പം പറയാം. പിന്നെ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം വീതം എടുത്തിട്ടുണ്ട്. അത് തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. നല്ല തിളച്ച വെള്ളം വേണം ചോറിനകത്ത് ഒഴിക്കാൻ. ആദ്യം നമുക്ക് സവാളയൊന്ന് വറുത്ത് കോരിയെടുക്കാം. അതിനായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഒരു 5-6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇത് വറുത്തെടുക്കാനുള്ളതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാം എണ്ണയിലേക്കും വരണം. അതുപോലെ ഇളക്കി വറുത്തെടുക്കണം. സവാള നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. സവാള വറുത്തതിൽ ബാക്കിയുള്ള എണ്ണയിലേക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് പശുവിൻ നെയ്യാണ്. ചൂടായ എണ്ണയിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് കളർ മാറി വരുന്നതിലേക്ക് കിസ്മിസ് ചേർക്കാം. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം. കിസ്മിസ് നട്ട്സും ഒക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചൂടായ നെയ്യിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. സ്പൈസസ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. നമ്മൾ അരി വറ്റിച്ചെടുക്കുവാണ്. ഈ ഊണ്ടിൻ്റെ അകത്തുള്ള വെള്ളം ഒന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ അരി പൊട്ടാൻ തുടങ്ങും. അതാണ് പാകം. അരി പാകമായി ഇതുപോലെ ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേക്കും തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം. അതായത് നമ്മൾ ഏത് പാത്രത്തിന് അരി എടുക്കുന്നോ അതിന് 1.5 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യമേ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. കാരണം ഇത് നമ്മൾ വറ്റിച്ചെടുക്കുന്നത് കൊണ്ട് ഒത്തിരി ഉപ്പ് മുമ്പിൽ നിൽക്കരുത്. ഊറ്റിക്കളയുന്ന വെള്ളമാണെങ്കിൽ മാത്രമേ ഉപ്പ് അല്പം മുമ്പിലാകാവുള്ളൂ. വറ്റിച്ചെടുക്കുന്നതായത് കറക്റ്റ് ഉപ്പ് മതി. ഇത് നോക്കിയിട്ട് കുറച്ച് കഴിയുമ്പം വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം. 1 നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കാം. അതിൻ്റെ കുരു മാറ്റിക്കളയണം. ഇത് അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കുന്നത്. ഇത് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ചിട്ടിട്ട് വേഗം വെക്കാം.
അപ്പം നമ്മളിതൊരു ചെറു തീയിൽ 10 മിനിറ്റ് വെച്ചിരുന്നതാണ്. ഇടയ്ക്ക് ഞാൻ 2-3 പ്രാവശ്യം തുറന്നൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ചോറ് വെന്തോന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഉള്ളരി നന്നായിട്ട് ഉടയണം, അങ്ങനെയാണ് ചോറിൻ്റെ വേവ്. ഇത് നമുക്ക് ചോറ് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇവിടെ ഈ ബിരിയാണി ദം ചെയ്യാനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആദ്യമേ 1 ടീസ്പൂൺ പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മീതെ 1 ലെയർ ചോറിട്ട് കൊടുക്കുവാണ്. ചോറൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അതിലേക്ക് കുറച്ച് ഉള്ളി, വറുത്ത ഉള്ളിക്കൂട്ട് കുറച്ചിട്ട് കൊടുക്കുക. വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും, കുറച്ച് മല്ലിയില, പുതിന ഇല, പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് മട്ടൺ വെച്ച് കൊടുക്കാം. വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇടുന്നതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അതിലേക്ക് വീണ്ടും ഉള്ളി ഇട്ട് കൊടുക്കാം. നട്ട്സും കിസ്മിസും, മല്ലിയില, പുതിന ഇല, പൈനാപ്പിൾ, വീണ്ടും മട്ടൺ. നമുക്കിതിലേക്ക് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് മുഴുവനും ഇട്ട് കൊടുക്കാം. ഇത് എത്ര ലെയറായിട്ട് വേണേലും ലെയർ ചെയ്ത് കൊടുക്കാം, നമ്മുടെ സൗകര്യം അനുസരിച്ച്. എനിക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നട്ട്സും കിസ്മിസും, മല്ലിയില, പൈനാപ്പിൾ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പഴയ നോൺ സ്റ്റിക്ക് പാൻ ഞാൻ നല്ലവണ്ണം ചൂടാക്കിയിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ബിരിയാണി വെക്കുവാണ്. മൂടി വെക്കണം. ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് വെക്കണം. ഇനി ഇങ്ങനത്തെ അടപ്പല്ലെങ്കിൽ, നേരെയുള്ള അടപ്പാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഒരു വലിയ പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചാലും മതി. ഇത് ആവി ഒട്ടും പോകാതെ ഇരിക്കാനാണ് ഇങ്ങനെ ഈ വെയിറ്റ് വെക്കുന്നത്. ഇനി ഇത് 20 മിനിറ്റ് ചെറു തീയിലിട്ട് ആവി വരുത്തണം. നമ്മൾ മട്ടൺ ബിരിയാണി ദം ചെയ്യാൻ വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് നോക്കാം. നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. നമുക്ക് ഇളക്കിയോ ഇളക്കാതെയോ എങ്ങനെ വേണേലും ഇതെടുക്കാം. തീ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ മട്ടൺ ബിരിയാണി സെർവ് ചെയ്യാറായി. നമ്മുടെ മട്ടൺ ബിരിയാണി സെർവ് ചെയ്യാൻ പാകമായി. ഇനി നമുക്കിത് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ബാക്കി വെച്ചിരിക്കുന്ന ഉള്ളി, നട്ട്സ്, കിസ്മിസ്, പൈനാപ്പിൾ, മല്ലിയില. നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.